ഗുഡ് മോർണിംഗ് കുട്ടികളെ. അപ്പം നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വൃത്തങ്ങൾ അറിയാലോ. എന്താ വൃത്തങ്ങൾ? കുറേ വട്ടങ്ങൾ അല്ലേ? വട്ടങ്ങൾ തന്നെയാണ് വൃത്തങ്ങൾ. ഈ വൃത്തങ്ങളിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കണ്ടിട്ടുണ്ടല്ലോ. ഏതൊക്കെയാ? ഒരു വൃത്തം, വൃത്തത്തിലൊരു ഭാഗം. വൃത്തത്തിന് എന്തുണ്ട്? വൃത്ത കേന്ദ്രമുണ്ട്. പിന്നെന്തുണ്ട്? വൃത്തത്തിന് ഒരാരുണ്ട്. ഈ ആരം തന്നെ നമ്മൾ നീട്ടി വരച്ച് അതിനെന്ത് പറയും? വ്യാസം എന്ന് പറയും. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് ഞാണെന്ന്. കേട്ടിട്ടുണ്ടോ മുന്നേ? കോഡ്. ഞാണെന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഞാണെന്ന് പറഞ്ഞാൽ വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന വരയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഞാണെന്ന് പറയാം. എന്താണ് ഞാൻ? വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര. അപ്പോൾ ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാണാണ് എന്ത്? വ്യാസം. ഞാണ് അങ്ങോട്ട് മേലോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഞാണുകളുടെ വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. താഴോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? ഞാണുകളുടെ വലിപ്പം കുറഞ്ഞു വരും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമൺ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഞാണിൻ്റെ നീളം കണ്ടെത്തണം എന്നുള്ളത്. ഞാണിൻ്റെ നീളം കണ്ടെത്തലാണ് പഠിക്കാനുള്ളത്. അപ്പം ഞാൻ വരച്ച ഈ ഞാണിന് AB എന്ന് പേര് കൊടുത്തു. ഞാണിന് എന്ത് പേര് കൊടുത്തു? AB എന്ന് കൊടുത്തു. ഈ ഞാണിന് വൃത്തകേന്ദ്രമായിട്ടുള്ള ഓയിൽ നിന്ന് ഞാണിലേക്ക് എന്തുണ്ട്? ഒരു ലംബം വരച്ചു. വൃത്തകേന്ദ്രമായിട്ടുള്ള ഓയിൽ നിന്ന് AB എന്ന ഞാണിലേക്ക് എന്ത് വരച്ചിട്ടുണ്ട്? ഒരു ലംബം വരച്ചിട്ടുണ്ട്. അപ്പൊ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ആ ഞാണിന് എന്ത് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത്? സമഭാഗം ചെയ്യും. അപ്പൊ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? AB എന്ന ഞാണിനെ ഓയിൽ നിന്ന് വന്നിട്ടുള്ള ലംബം എന്ത് ചെയ്തിട്ടുണ്ട്? സമഭാഗം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ഞാൻ D എന്നെടുത്തു. ആ പോയിന്റ്, ആ ഒരു ബിന്ദുവിനെ നമ്മൾ എന്തെടുത്തു? D എന്നെടുത്തു. അപ്പൊ നമ്മൾ ഇവിടുന്ന് വരച്ചു. ആ വരച്ച വര എന്ത് ചെയ്തിട്ടുണ്ട്? AB എന്ന ഞാണിനെ സമഭാഗം ചെയ്തിട്ടുണ്ട്. ആ സമഭാഗം ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ D എന്ന പേര് കൊടുത്തു. ഇവിടെ AB എന്ന് പറയുന്നത് L ആണ്. ABയുടെ മൊത്തം നീളം L ആണെന്ന് വിചാരിക്കാം. അപ്പോൾ AD എന്തായിരിക്കും? L/2. കറക്റ്റ്. L/2. DB എന്തായിരിക്കും? L/2 തന്നെ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ആരം വരയ്ക്കുകയാണ്. വൃത്തത്തിലെ ആരം ഏഴിലോട്ട് വരച്ചു. ആ ആരത്തിന് നമ്മൾ R എന്ന് പേര് കൊടുത്തു. നോക്കിയേ, ഇപ്പം എന്ത് ചെയ്തു? നമ്മൾ AD അടയാളപ്പെടുത്തി, AO എന്ന് പറഞ്ഞാൽ ആരവും നമ്മൾ അടയാളപ്പെടുത്തി. അപ്പം മക്കളെ, ഇവിടെ ഇതെന്താണ്? ഒരു മട്ടത്രികോണല്ലേ? മട്ടത്രികോണാണ് അല്ലേ? അപ്പം അതിനെ നമുക്ക് ഒരു വശം കണ്ടുപിടിക്കാൻ, ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ അറിഞ്ഞാൽ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ഏത് സിദ്ധാന്തം നമ്മളിവിടെ ഉപയോഗിക്കാം? അതെ, പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കാം. ഇത് R ആണ്. നമ്മൾ ഇത് X എന്നെടുത്താൽ L/2 എത്ര ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്കിവിടെ അറിയുന്ന സംഭവങ്ങൾ നമുക്ക് എഴുതി വെക്കാം. AD എന്ന് പറഞ്ഞാൽ എന്താ? L/2. OD എന്താ? X. AO എന്താണ്? ആരം, അത് R. അങ്ങനെയാണെങ്കിൽ L/2 ഈ ABയുടെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് പകുതി ഭാഗം വെച്ചിട്ട് എന്ത് ചെയ്യാം? ABയുടെ നീളം കണ്ടുപിടിച്ചാൽ പോരെ? AD എത്രയാണോ അത് തന്നെയാണല്ലോ BD. അപ്പോൾ ADയും BDയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് എന്ത് കിട്ടും? ABയുടെ നീളം കിട്ടില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് L/2 ആണ് നമുക്ക് കാണാനുള്ളത്. L/2 സ്ക്വയർ ആണ് കാണുക അല്ലെ? പൈതഗോറസ് സിദ്ധാന്തം എന്താ? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ആ ഒരു സമവാക്യമാണ്. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പാദം സ്ക്വയർ ആണ്. പാദം സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ കർണം സ്ക്വയറിൽ നിന്ന് ലംബം സ്ക്വയർ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പൊ ഇവിടെ കർണം എത്രയാ? RA സ്ക്വയർ മൈനസ് X സ്ക്വയർ. കിട്ടിയോ മക്കളെ? ഇപ്പോൾ L/2 സ്ക്വയർ കിട്ടി. L/2 കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സംഖ്യയുടെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഒരു ഞാണിന്റെ നീളം എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? ഒരു വൃത്തത്തിന്റെ ഞാണിന്റെ നീളം എന്ന് പറയുന്നത്
നീളത്തിൻ്റെ പകുതി എന്ന് പകുതിയുടെ വർഗം എന്ന് പറയുന്നത് ആരത്തിൻ്റെ സ്ക്വയറിൻ്റെയും ലംബം സ്ക്വയറിൻ്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണെന്ന് നമുക്ക് പറയാം. ആരത്തിൻ്റെയും ലംബത്തിൻ്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഞാനിൻ്റെ നീളം കണ്ടുപിടിക്കാനുള്ള സമവാക്യം. L/2 സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പം ഞാൻ എന്താണെന്നും ഞാനിൻ്റെ നീളം എങ്ങനെയാണെന്നും കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായോ? ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും ഭാഗം മാത്രം ആലോചിച്ച് വയ്ക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗത്തിൽ പെടുന്ന ഒന്നാണിത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.